തൃശ്ശൂരിലെ CPMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 1 കോടി രൂപ തിരികെ അടയ്ക്കാനെത്തിയപ്പോൾ അത് അനുവദിക്കാത്തൊരു നിലയുണ്ടായി. അത് സംബന്ധിച്ച വിശദീകരണം നൽകുകയായിരുന്നു CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇത് സംബന്ധിച്ച് ഒരു സാങ്കേതികമായി ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ CPMനെ വേട്ടയാടുന്നു, അതിനെ ആദായ നികുതി വകുപ്പ് അവർക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിക്കുന്നതെന്നൊക്കെ ആരോപിക്കുന്നുണ്ടല്ലോ CPM. എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്? ഗൂഗിൾ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ് ആദായ നികുതി വകുപ്പ് എന്നുള്ളൊരു ആരോപണമാണ് CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ഒപ്പം ഇന്നലെ ഈ ബാങ്കിൽ 1 കോടി രൂപയുമായി പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ജില്ലാ സെക്രട്ടറി MM വർഗീസ്. അതായത് ആദായ നികുതി വകുപ്പിന്റെ തൃശ്ശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബാങ്കിൽ ചെന്നത് എന്നാണ് പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു ഓഫീസ് എന്ന നിലയിലും ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവിടെ ചെല്ലുന്നു. ഈ കത്തിൽ പിൻവലിച്ച 1 കോടി രൂപയും ആയി എത്തണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നൽകിയത്. അവിടെ ചെന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാറ്റത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുന്നതും കൈവശമുണ്ടായിരുന്ന പണം പിടിച്ചെടുക്കുന്നതിലേക്ക് പോകുന്നതും. എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് തങ്ങളെ വേട്ടയാടുകയാണ് ആദായ നികുതി വകുപ്പ് എന്നുള്ളൊരു ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഒപ്പം ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തെറ്റായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിശദീകരണങ്ങൾ കൂടി MM വർഗീസ് നടത്തുന്നുണ്ട്. അതിൽ പ്രധാനം CPM കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ആ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ രേഖപ്പെടുത്തിയത്, പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റായാണ് എന്നുള്ളതാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. അതിൽ ഒരു ആൽഫബറ്റ് പൂർണ്ണമായി മാറി രേഖപ്പെടുത്തിയതാണ് ഇത്രയേറെ വിവാദങ്ങൾക്ക് കാരണം. അത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും അത്തരത്തിലുള്ള ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത്, ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ വലിയ തെറ്റാണ്, ആ തെറ്റിൻ്റെ പുറത്താണ് പാർട്ടി ഇങ്ങനെ പ്രതിക്കൂട്ടിലായത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. എന്തായാലും നിയമപരമായി തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികളെ നേരിടാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ തൃശ്ശൂരിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അത് ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾ ക്രമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആക്ഷേപം.